എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഗുരുവായൂർ അമ്പലത്തിലെ ആറാട്ട് ദിനത്തിലെ കാഴ്ചകളും അതുപോലെ തന്നെ ആ ഒരു തിടമ്പേറ്റുന്ന ആ ഒരു വീഡിയോകളും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഗുരുവായൂർ അമ്പലത്തിൽ വരാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. അവരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അടുത്ത പ്രാവശ്യം അമ്പലത്തിലേക്ക് വരാൻ എല്ലാവർക്കും സാധിക്കട്ടെ. ഭഗവാന്റെ തിടമ്പിൻ്റെ വീഡിയോസൊക്കെ കാണിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ ആദ്യം അമ്പലത്തിലെ പരിസരത്ത് കാണിച്ചിരിക്കുന്ന അലങ്കാരങ്ങളും അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലേ, അപ്പോൾ അതിനേക്കാൾ വളരെ കൂടുതലായിരിക്കുകയാണ്. വീണ്ടും ഒരുപാട് പ്രതിമകളും അങ്ങനെ ഓരോ വസ്തുക്കളും ഗുരുവായൂർ അമ്പലത്തിൽ എല്ലായിടത്തും നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. എൻ്റെ ഒരു അറിവിൽ ഇപ്രാവശ്യത്തെ ഉത്സവത്തിന് കുറേ കൂടി ആഘോഷം ഉണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ ഉത്സവത്തിനൊന്നും ഇത്ര അധികം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്രാവശ്യം ഒരുപാട് കാര്യങ്ങളുണ്ട്, കുറേ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഭക്തർ ഭഗവാൻ വരുന്ന വഴിയിലൊക്കെ പറകളൊക്കെ വെക്കുന്നുണ്ട്. ഭഗവാൻ ഇന്ന് ആറാട്ടിന് പോകുന്നതിന് മുമ്പ് ഒരു കുളപ്രദക്ഷിണ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് കിട്ടയുടെ കഥ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്തായാലും കിട്ടയുടെ ആ ഒരു അവകാശികൾ ഇളനീരൊക്കെ വെച്ച് ഭഗവാന് അഭിഷേകമൊക്കെ ഇന്നേ ദിവസം ആട്ടോ ചെയ്യാം. അപ്പോൾ നമുക്കിനി ശബ്ദത്തോട് കൂടി കുറച്ച് വീഡിയോകൾ കാണാം. കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഒരു പാട്ടുകളൊക്കെ ഇങ്ങനെ മാറി മാറി ഓരോ കടക്കാർ അവരുടെ വക പാട്ട് വെക്കും. പിന്നെ അവരുടെ വക ഓരോ കാര്യങ്ങൾ കടയിലൊക്കെ ഓരോ ലൈറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് ഭഗവാന് ആ ഒരു തിടമ്പിൻ്റെ ഒക്കെ ആ ഒരു മേളമൊക്കെ നമുക്ക് കേൾക്കാം. പറഞ്ഞുവല്ലോ, പറയിട്ടൊക്കെ ആൾക്കാർ നിൽക്കുന്ന ഭഗവാനെ വരവേൽക്കാനായിട്ട് കുറേ പേര് ഭഗവാനെ വരവേൽക്കാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഭഗവാന് വരുമ്പോൾ ഭഗവാനെ കാണാനായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് കുറേ പേര്. ഗുരുവായൂർ അമ്പലത്തിൽ ഇന്ന് വൻ ജനത്തിരക്കാട്ടോ, ഇന്നലത്തേക്കാൾ കൂടുതലുണ്ടെന്ന് തന്നെ പറയാം. കാരണം ഇന്ന് ആറാട്ടാണ്. അപ്പോൾ അത് കുളിക്കണം എന്ന ആഗ്രഹത്തോടെ ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇത്ര ജനത്തിരക്ക് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തേക്കാൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇനി കുറച്ച് ദൃശ്യങ്ങൾ കാണാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ആൾക്കാരവിടെ ഭജന അടിക്കുന്നതാണ്. ഭഗവാനെ സന്തോഷിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ശബ്ദത്തോടു കൂടി കേൾക്കാം. തിടമ്പിൻ്റെ വീഡിയോസ് ഇനിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആരും വീഡിയോ മാറ്റി പോവല്ലേ കേട്ടോ. അപ്പം ഞാൻ അമ്പലം പരിസരമൊക്കെയാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് രസമല്ലോ ഓരോ പരിപാടികളും കേൾക്കാൻ. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ വോയിസ് ഓവർ ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് അവിടുത്തെ റിയൽ സൗണ്ട് കേൾപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ കുറേ ഭാഗത്തൊക്കെ ഞാൻ വോയിസ് ഒന്നും ചെയ്യുന്നില്ല. കാരണം ആ ഒരു മേളൊക്കെ കേൾക്കാൻ എന്ത് രസമല്ലേ. കാരണം ഭഗവാന് മേളപ്രിയനാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് മേളവും അതുപോലെ തന്നെ അങ്ങനെ കൊട്ടും അതൊക്കെ നടത്തുന്നത് കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ദൃശ്യങ്ങൾ കാണാം അല്ലേ. ഭഗവാന് ആ ഒരു ആനപ്പുറത്ത് വരുന്ന ദൃശ്യങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ.
ആയിട്ടില്ല കേട്ടോ. അതാവാൻ പോകുന്നുള്ളൂ. അത് കുറേ സമയം ഒരു 10 മണി അപ്പൊക്കെ ആവുള്ളൂ. അതുകൊണ്ട് പിന്നെ അത് മാത്രമല്ല, അത് വീഡിയോ എടുക്കാൻ അങ്ങനെ സാധിക്കില്ല. കാരണം അവിടെ മറച്ചിട്ടുണ്ടാവും, ഭഗവാനെ കുളിപ്പിക്കുന്ന ആ ഒരു ഭാഗം മറച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ ഒരു പ്രദക്ഷിണം വീഡിയോ എടുത്തത് കേട്ടോ. ഈ പ്രദക്ഷിണം തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് അറിയാം കേട്ടോ. ഡാൻസൊക്കെ ചെയ്യുക കേട്ടോ. എനിക്കിതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇത് വൃന്ദാവനോ മധുരയിലൊക്കെ പോയ പോലെ ഒരു അനുഭൂതിയാണ് എനിക്ക് ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോൾ കിട്ടിയ കേട്ടോ. എല്ലാവരും വട്ടത്തിലൊക്കെ നിന്ന് നൃത്തം ചെയ്യാണ്, നടുവിൽ കൃഷ്ണനെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പരമാവധി നന്നായിട്ട് എടുക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്നലത്തെ അത്ര നന്നായിട്ട് കിട്ടിയിട്ടില്ല തോന്നുന്നു. വേറെ ഒന്നുമല്ല, നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എന്നാലും നന്നായിട്ട് എടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ ഭഗവാന്റെ നാമം ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഈ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് അതാണ് വലിയ സന്തോഷം, ഈ കമൻറ്റിൽ ഭഗവാന്റെ നാമങ്ങൾ ഒരു വട്ടം നിങ്ങൾ ഓരോരുത്തരും ചൊല്ലുമ്പോൾ കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടണേ. പിന്നെ നമ്മുടെ ചാനലിൽ ഗുരുവായൂർ അപ്ഡേറ്റ്സ് എല്ലാം ആ ഒരു ടൈമിൽ നമ്മൾ ഇടുന്നുണ്ട്, ആ ഒരു കൃത്യസമയങ്ങൾ ഇടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനലിനായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഭഗവാന്റെ കഥകൾ പറയുന്ന ആ ഒരു സീരീസ് തുടങ്ങിയിട്ടോ. ഇന്ന് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഇനി അതിൻ്റെ ബാക്കി നാളെ ഇടും. അങ്ങനെ ഭഗവാന്റെ കഥകൾ മൊത്തം പറഞ്ഞു തീർക്കുക എന്നാണ് ഉദ്ദേശം. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു.